Good morning. Good morning, ma'am. Good morning. 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 Good morning. Morning. Yes, good morning to all. കേൾക്കാമോ പറയുന്നത്? Good morning, miss. Morning. Okay. കേൾക്കാം മിസ്. കേൾക്കാം. ഓക്കെ. അപ്പോൾ HA21 ബാച്ചില് നിങ്ങളുടെ കൂടെ ഈ ഒരു കോഴ്സ് തീർക്കാൻ ടീച്ചറും കൂടി ഉണ്ടായിരിക്കും. എന്റെ പേര് ആതിര എന്നാണ് കേട്ടോ. ഓക്കെ. Okay. യെസ്. ഇങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ? നന്നായിരുന്നു മിസ്. ഓക്കെ. നന്നായിരുന്നു മിസ്. ഓക്കെ. ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സ്പീഡ് കൂടുതലാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ക്ലാസ് Okay. എടുക്കാം. ഓക്കെ. Okay. അപ്പോ എല്ലാവരും ഇവിടേക്ക് തന്നെ ഉള്ള ആൾക്കാരാണ്. എവിടെയാണ് സ്ഥലം? എറണാകുളത്തുള്ളവരുണ്ടോ? ഉണ്ട്. എടുത്ത് കൊണ്ടുവരാന്ന് പറയും. ചെങ്ങമനാട് പോണ വഴി. അറിയാം കുന്നേരം അല്ലെ? ഓക്കെ. ട്രിവാൻഡ്രം, കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, കരിമാലൂർ എന്ന് പറയുന്നത് പറവൂരല്ലേ ഉള്ളൂ? നോർത്ത് പറവൂർ കഴിഞ്ഞിട്ടല്ലേ? മനക്കപ്പടി കഴിഞ്ഞിട്ടല്ലേ? അതെ. ആലപ്പുഴ, അങ്കമാലി. ഓക്കെ. ബോയ്സ് ഉണ്ടോ അതില്? ബോയ്സ് ചോദിച്ച വേറെ ഒന്നും ഉണ്ടല്ലോ. നമുക്ക് മെജോറിറ്റി ഗേൾസ് ആണ് ഇതിന് ജോയിൻ ചെയ്യാറ്. അതൊന്നാണ് ചോദിച്ചത്. ബോയ്സ് ഉണ്ടോ ആരെങ്കിലും ക്ലാസ്സില്? ഉണ്ട് മിസ്. എന്താ പേരെന്താണ്? പേര് പറയാമോ? ജാനി. ഓക്കെ. ശരി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണമൊക്കെ ആഘോഷിച്ചു എല്ലാവരും? ഓക്കെ. ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്? ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടോ? അതെ. Yes, ma'am. ഓക്കെ. മാക്സിമം എത്ര സ്ട്രെങ്ത് ഉണ്ടാവാറുണ്ട് ക്ലാസ്സിൽ? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കയറിയത് കൊണ്ട് ചോദിക്കുന്നതാണ്. എത്ര കുട്ടികൾ കാണാറുണ്ട്? ഇത്രയൊക്കെ തന്നെ. എനിക്കിങ്ങനെ 60 അടുത്ത് അങ്ങനെയൊക്കെ വരാറുണ്ട്. ഓക്കെ. ശരി. ഓക്കെ. അപ്പൊ എല്ലാവർക്കും കൂടി ഗുഡ് മോർണിംഗ് പറയാണ്. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്ന ചാപ്റ്റർ 7 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയോ?
ഇല്ല മാം. ഇല്ല മാം. എല്ലാവരും നിർബന്ധമായിട്ട് ടെക്സ്റ്റ് വാങ്ങിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കും, ഒരു ഗൈഡും ഉണ്ടായിരിക്കും. അത് രണ്ടും വാങ്ങിക്കേണ്ടതാണ് നിർബന്ധമായിട്ട്. ഓക്കെ. നിങ്ങൾക്കറിയാലോ ക്ലാസ് തുടങ്ങുമ്പോ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതെല്ലാം. മ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങളോടൊരു 10 മിനിറ്റിന് മുമ്പായിട്ട് ക്ലാസ് തീരുന്നതിന് മുമ്പായിട്ട് മാത്രം ഓപ്പൺ ചെയ്യാം. ഗൈഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് തന്നെയാണോ? അല്ലല്ല, ടെക്സ്റ്റ് ബുക്ക് വേറെ, ഗൈഡ് വേറെ. ഗൈഡിൽ നമ്മുടെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ്, മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതും ടെക്സ്റ്റ് ബുക്ക് ഒപ്പം തന്നെ വാങ്ങിക്കാൻ പറ്റുമോ? ബുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ചോദിക്കാം, അവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓഫീസിൽ. ശരി. പക്ഷെ എനിക്കിവിടെ 4 ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുള്ളൂ. ഗൈഡിന്റെ കാര്യം അവർ പറഞ്ഞില്ലല്ലോ. ഗൈഡിന്റെ കാര്യം പറഞ്ഞില്ല. ഓക്കെ, അത് അടുത്ത ദിവസം ഇൻഫോം ചെയ്യാം. എങ്ങനെയാണെന്നൊന്ന് ചോദിച്ചിട്ട് ഇൻഫോം ചെയ്യാം കേട്ടോ. ശരി. യെസ്. ചാപ്റ്റർ 7 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായെന്ന് വിചാരിക്കുന്നു. എല്ലാ ടീച്ചേഴ്സും കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലെ ആയിരിക്കും എടുക്കുന്നത്. കാരണം നമ്മളിപ്പോ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് സെക്കൻഡ് ചാപ്റ്റർ തന്നെ ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. നമ്മളപ്പോ എന്താണ് ഇടവിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും എല്ലാ ടീച്ചേഴ്സും എടുക്കുന്നത്. നിങ്ങൾ അത് നോക്കണ്ട, ഏതൊക്കെ ടീച്ചേഴ്സ് ഏത് ചാപ്റ്റർ എടുക്കുന്നത് മാത്രം ശ്രദ്ധിച്ചു പോയാൽ. ഓക്കെ, ദെൻ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും അല്ലെ? എല്ലാവരും മിക്കവരും പോയിട്ടുണ്ടാവും. അത്യാവശ്യം കാഷ്വാലിറ്റിയില് എന്തെങ്കിലും ഒരു എമർജൻസീസ് ആയിട്ട് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും. അതെ അല്ലെ? യെസ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ എങ്ങനെയുള്ള ഒരു സർവീസസ് ആണ് നമുക്ക് കിട്ടുന്നത്? ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഡിലേ ട്രീറ്റ്മെന്റ് ആണോ കിട്ടുന്നത്, അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാറുണ്ടോ? ഫാസ്റ്റ് ആയിട്ട് അല്ലെ, നമ്മുടെ കേസ് അനുസരിച്ചിരിക്കും അല്ലെ, ഏത് തരം എമർജൻസി ടൈപ്പ് ആണ് അതനുസരിച്ചിട്ടാണ് നമുക്ക് അവിടെ സർവീസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിന്റെ പ്രത്യേക തരത്തിലുള്ള പല ടൈപ്സ് പേരുകൾ അത് അറിയപ്പെടുന്നുണ്ട്. അതിന്റെ ലൊക്കേഷൻ എന്താണ്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന ഫങ്ഷൻസ്, എങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത്, ആരൊക്കെയാണ് അവിടെ ഓപ്പറേറ്റേഴ്സ്, ആരൊക്കെയാണ് പ്രധാനമായിട്ടും അവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷൻ ഭാഗം നോക്കാം. ഓക്കെ, യെസ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് A and E. അപ്പോൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുന്നതാണ് എന്താ, A and E അല്ലെ? അത് നമുക്ക് ലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ, ടെക്സ്റ്റ് ഉള്ളവരെ, കയ്യിലുള്ളവരെ. ഓക്കെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് accesses that treats people with major trauma, serious injuries and illnesses, and those is in needed of emergency treatment. It is open 24 hours a day. In emergency, patient with loss of consciousness, confusion, persistent severe chest or abdominal pain, a stroke, breathing difficulties are also treated. എന്താണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? എന്താണ് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾക്കാണ് നമ്മളവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? ഏതെങ്കിലും പേഷ്യൻസ് ഏതെങ്കിലും ട്രോമയുടെ എന്തെങ്കിലും അമിതമായിട്ടുള്ള ആഘാതം മൂലം വരുന്ന പേഷ്യൻസ് ഉണ്ടാവാം, സീരിയസ് ആയിട്ട് ഇഞ്ചുറീസ് അല്ലെ, മുറിവുകൾ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് വരുന്ന പേഷ്യൻസ് ഉണ്ടാവാം, ഇൽനെസ് ഉണ്ടാവുന്ന പേഷ്യൻസ് ആവാം. ഇത്തരം വരുന്ന പേഷ്യൻസിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ? ഇതല്ലേ നമ്മുടെ ബേസിക് കേസുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മേജർ ട്രോമ. മേജർ ട്രോമ എന്ന് പറയുന്നത് എന്താണ്? അമിതമായിട്ടുള്ള എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിച്ച പേഷ്യൻസ്. സീരിയസ് ഇഞ്ചുറീസ്. ഇഞ്ചുറീസ് എന്താണ്? മുറിവുകൾ അല്ലെ, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഇൽനെസ് എന്തെങ്കിലും കഠിനമായിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ്. ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രത്യേകമായിട്ട് ട്രീറ്റ്മെന്റ് ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എത്ര സമയമാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ എപ്പോ ചെന്നാലും നമുക്ക് കാഷ്വാലിറ്റിന്ന് സർവീസസ് കിട്ടാറുണ്ട് അല്ലെ? അപ്പൊ എത്ര സമയമായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്? വർക്കിംഗ് അവേഴ്സ് എപ്പോഴാണ്? യെസ്, വെരി ഗുഡ്. 24 hours അത് ഓപ്പൺ ആയിരിക്കും അല്ലെ? 24 hours നമുക്ക് സർവീസസ് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എമർജൻസി പേഷ്യൻസ് വിത്ത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. ഇനി ഇതല്ലാതെ തന്നെ മറ്റെന്തൊക്കെ എമർജൻസി കേസസുകൾ ഇതിനകത്ത് വരാം? ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. ലോസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും അബോധാവസ്ഥയിൽ വരുന്ന പേഷ്യൻസ് അല്ലെ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വരുന്ന, എന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴഞ്ഞു വീഴുന്ന പേഷ്യൻസ് ഇല്ല, അല്ലെങ്കിൽ കുഴച്ചിൽ അങ്ങനെയൊക്കെ തരത്തിലുള്ള എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വരുന്ന പേഷ്യൻസ്. റെസിസ്റ്റന്റ് സിവിയർ ചെസ്റ്റ് ഓർ അബ്ഡോമിനൽ പെയിൻ.
എന്താണ് തുടർച്ചയായിട്ടും തീവ്രമായിട്ടും ഉദരസംബന്ധമായിട്ടുള്ള പെയിൻ വരുന്നവരുള്ള അബ്ഡോമിനൽ ആയിട്ട് പെയിൻ വരുന്ന പേഷ്യൻസ്, സ്ട്രോക്ക് വരുന്ന പേഷ്യൻസ്, സ്ട്രോക്ക് അറിയാലോ, പക്ഷാഘാതം അല്ലെ. യെസ്. അതേപോലെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് എന്താണ്? ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ശ്വസന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെ. അപ്പൊ ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കും കൂടിയിട്ടാണ് പ്രധാനമായിട്ടും എന്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റില്. ഇത് മാത്രമല്ല കേട്ടോ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു. ഇത്തരം സിറ്റുവേഷൻസിലാണ് മിക്ക പേഷ്യൻസും ഒരു കാഷ്വാലിറ്റീസിനെ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ ആശ്രയിക്കുന്നത്. ഏതൊക്കെയാണ്? ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, കൺഫ്യൂഷൻ, റെസിസ്റ്റന്റ് സിവിയർ ചെസ്റ്റ് ഓർ അബ്ഡോമിനൽ പെയിൻ, stroke, breathing difficulties are also treated. Okay. Yes. ഒന്നുകൂടി പറയാണ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് A&E access and treat people with major trauma, serious injuries and illnesses, and those in need of emergency treatment. It is open 24 hours a day. In emergencies, patients with the loss of consciousness, confusion, resistant severe chest or abdominal pain, stroke, breathing difficulties are also treated. Okay. അപ്പൊ പ്രധാനമായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കേസസുകൾ, എമർജൻസി കേസുകൾ എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ ഭാഗം ക്ലിയർ ആണോ? യെസ്. ഇനി നമ്മള് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് കുറച്ച് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നെയിംസ് ഉണ്ട്. അതായത് പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കാഷ്വാലിറ്റി, then എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ED, then എമർജൻസി റൂം ER. അപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ കാഷ്വാലിറ്റി, ഇതിനെ നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ 3 പേരിലാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് നെയിംസ് എന്ന് പറയുന്നത്? കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ED. ഇപ്പോ എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ED സ്റ്റാൻഡ് ഫോർ, EDയുടെ എക്സ്പാൻഷൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ എഴുതേണ്ടത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്താണ്? എല്ലാ എക്സ്പാൻഷനും പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ED എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി റൂം ER സ്റ്റാൻഡ് ഫോർ എമർജൻസി റൂം. ഓക്കെ. അപ്പൊ 3 ഓൾട്ടർനേറ്റീവ്സ് നെയിംസ് മനസ്സിലായോ? ഓക്കെ. ക്യാമറ ഓൺ ചെയ്തിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇരിക്കുന്നതിന് പ്രശ്നമില്ല കേട്ടോ. അല്ലാത്തവരത് ഓപ്പൺ ആക്കണമെന്നില്ല, ക്യാമറ ഓൺ ചെയ്യണമെന്നില്ല കേട്ടോ. കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. നെക്സ്റ്റ് വരുന്നത് ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാഷ്വാലിറ്റി ഏത് ലൊക്കേഷനിലാണ് നമ്മൾ ഇത് കാണാറുള്ളത്? ഹോസ്പിറ്റലിന്റെ പുറകിലാണോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ നടുവശത്താണോ, എവിടെയായിരിക്കും? യെസ്, ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമ്മൾ കാണാം അല്ലെ. നമുക്ക് ഈസി ടു ആക്സസ് ആണ് അല്ലെ, നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാവുന്ന തരത്തിലായിരിക്കുള്ളൂ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേഷൻ വരുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ നോക്കാം എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നോക്കാം. ലൊക്കേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ്. Then separate entrance or emergency entrance away from main entrance. Separate entrance or emergency entrance away from main entrance. Emergency ഡിപ്പാർട്ട്മെന്റിലേക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും പോകുന്ന എൻട്രി തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിരിക്കോ? സെപ്പറേറ്റ് ആയിരിക്കും അല്ലെ. സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് ആയിരിക്കുള്ളൂ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. യെസ്. Then ആംബുലൻസ് പാർക്കിംഗ് ഷുഡ് ബി അവൈലബിൾ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്ത് തന്നെ ആയിട്ട് എന്തിനുള്ള സൗകര്യം കൂടി ഉണ്ടായിരിക്കും? ആംബുലൻസ് പാർക്കിംഗ് അല്ലെ. ആംബുലൻസ് പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സൗകര്യം കൂടി എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും. Then well marked proper lightning and signs. Well marked and proper lightning and signs. എന്തായിരിക്കും അവിടെ പറയുന്നത്? എന്ത് സയൻസിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ അവിടെ എന്തൊക്കെ കാണാൻ സാധിക്കണം നമുക്ക്? അശ്വിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? വെൽ മാർക്കഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? വെൽ മാർക്കഡ്
എമർജൻസി ബോർഡ് ഉണ്ടായിരിക്കും. ED ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ടായിരിക്കും. പ്രോപ്പർ ലൈറ്റ്നിങ് സംവിധാനങ്ങൾ അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിനിങ്, ബ്രൈറ്റൻ ആയിട്ടുള്ള ലൈറ്റിനിങ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, സൈനുകൾ ഉണ്ടായിരിക്കും. സൈൻ എന്താണ്, സിംബൽസ് അല്ലെങ്കിൽ സിഗ്നൽസുകൾ എന്ന രീതിയിലുള്ള സയൻസുകളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നതിനുള്ള അടയാളങ്ങളും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, യെസ്. Then easily visible and accessible from the streets. Easily visible and accessible from the streets. എന്താ പറയുന്നത്, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കാണാൻ സാധിക്കും അല്ലെ. അത്യാവശ്യം സ്ട്രീറ്റ്സിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനകത്തേക്ക് ഒരു മറ്റ് ഡിഫിക്കൽട്ടീസ് ഒന്നും തന്നെ ഇല്ലാതെ തന്നെ എന്താണ് നമുക്ക് അതിനകത്തേക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്തിട്ട് അതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട്, ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് അന്വേഷിച്ച് നടക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നില്ല. ഓൾറെഡി അത് ഗ്രൗണ്ട് ഫ്ലോറിലായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വെൽ മാർക്ക്ഡ് ആയിട്ടുള്ള എല്ലാ അടയാളങ്ങളും സൂചിപ്പിച്ചിരിക്കുന്നത് തന്നെ നമുക്ക് എത്ര ദൂരത്ത് നിന്നോ എന്താണ് ഇത് കണ്ടെത്തി അതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, then close to medical record department, elevators, radiology, laboratory, reduced operational cost and critical time. ഇനി ഇത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുള്ളൂ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അല്ലെ, മെഡിക്കൽ റെക്കോർഡ്സ് MRD ഡിപ്പാർട്ട്മെന്റുമായിട്ട് ക്ലോസ്ഡ് ആയിരിക്കുള്ളൂ. അതേപോലെ തന്നെ എലവേറ്റേഴ്സ് എന്താണ്, എലവേറ്റേഴ്സ് ലിഫ്റ്റിംഗ് സംവിധാനങ്ങൾ അല്ലെ, ലിഫ്റ്റിംഗ് സംവിധാനം. കാരണം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇൻ കേസ് ഒരു ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് പേഷ്യൻസിനെ നമുക്ക് മാറ്റണമെങ്കിൽ ലിഫ്റ്റിംഗ് സംവിധാനം എലവേറ്റേഴ്സിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കണം ഏത് ഡിപ്പാർട്ട്മെന്റ് വരേണ്ടത്, ED വരേണ്ടത്. നമ്മൾ കണ്ടിട്ടില്ല, കാഷ്വാലിറ്റിയുടെ അടുത്ത് തന്നെ ലിഫ്റ്റിംഗ് സൗകര്യം ഉണ്ടായിരിക്കും. ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ഇനി നോട്ട് ചെയ്ത് തുടങ്ങും കേട്ടോ. അതങ്ങനെയാണ്, അത് നോർമലി അതങ്ങനെ തോന്നും. ഓക്കെ, അപ്പൊ ഇനി പോകുമ്പോൾ കാഷ്വാലിറ്റിക്ക് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്? എന്തൊക്കെ സംവിധാനങ്ങളാണ് റേഡിയോളജിയിലുള്ളത്? യെസ് അല്ലെ, നമുക്ക് എല്ലാ റേഡിയൽ ഇമാജസ് അല്ലെങ്കിൽ ഇമാജിനറി സർവീസസ് ആണ് റേഡിയോളജി പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സ്റേ, MRI, CT മുതലായ എല്ലാ സർവീസസ്, എല്ലാ ഇമാജിനറി സർവീസസ് ആണ് റേഡിയോളജി പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പേഷ്യന്റ് ഇപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് വരുന്ന പേഷ്യൻസ്, പ്രത്യേകിച്ച് നമുക്ക് എക്സ്റേക്ക് ആവശ്യമായിട്ട് വരുന്നത് എപ്പോഴാണ്? എക്സ്റേക്ക് ആവശ്യമായി വരുന്നത് എന്തെങ്കിലും തരത്തിൽ ഒടിവോ ചതവൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻ കേസ് തലയടിച്ചിരുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും ആഘാതം സംഭവിക്കുന്ന പേഷ്യൻസിനാണെങ്കിൽ എന്താണ് MRIയുടെ ആവശ്യം വരാം അല്ലെ. ഒടിവോ ചതവോ വരുന്നവർക്ക് എക്സ്റേ അല്ലെങ്കിൽ CT അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് റേഡിയോളജി ആവശ്യമാണ്. അപ്പൊ എന്തുകൊണ്ടും എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് തൊട്ടടുത്ത് തന്നെയായിരിക്കും ഏത് ഡിപ്പാർട്ട്മെന്റും വരുന്നത്, റേഡിയോളജിയും വരുന്നത്. ഓക്കെ, യെസ്. ദെൻ ലബോറട്ടറി അറിയാലോ, ലാബ്. എമർജൻസി വരുന്ന പേഷ്യൻസിന് ഇൻ കേസ് അപ്പോൾ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മെഷർമെന്റ്സുകൾ അല്ലെ വേരിയേഷൻസ് നോക്കുന്നതിന് വേണ്ടിയിട്ട് ലബോറട്ടറി സംവിധാനങ്ങൾ തൊട്ടടുത്ത് തന്നെ ആവശ്യമായി വന്നേക്കും. ഓക്കെ, അപ്പോ ഇത്തരം ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും 3 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ക്ലോസ് ടു ദ എമർജൻസിയിൽ വരുന്നത്. ഒന്ന് ഏതൊക്കെയാണ്? ഒന്ന് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, റേഡിയോളജി ആൻഡ് ലബോറട്ടറി. പിന്നെ തൊട്ടടുത്ത് തന്നെ എന്തുണ്ടായിരിക്കണം? ലിഫ്റ്റിംഗ് സൗകര്യവും കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ക്ലോസ്ഡ് ആയിട്ടിരിക്കണമെന്ന് പറയാൻ കാരണം, റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടൈം അല്ലെ. ഈ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് വരാൻ കാരണം എന്താണ്? ഓപ്പറേഷൻ കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് ക്രിട്ടിക്കൽ, ശരിക്കും പറഞ്ഞാൽ കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ നമുക്ക് ചിലപ്പോൾ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്ന കേസസ് ആയിരിക്കും അല്ലെ. അവിടെ ഒട്ടും സമയം കളയാനില്ല നമുക്ക്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും, പ്രത്യേകിച്ച് ഈ 3 ഡിപ്പാർട്ട്മെന്റ്സും തൊട്ടടുത്ത് തന്നെ വരേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഡിപ്പാർട്ട്മെന്റ്സിലെല്ലാം തന്നെ എന്താണ് ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലെ. ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് ഉണ്ടായിരിക്കും. എമർജൻസി എൻട്രൻസ് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും, അതായത് മെയിൻ എൻട്രൻസിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ED ഡിപ്പാർട്ട്മെന്റിലെ എൻട്രൻസ് വരുന്നത്. പിന്നെ ആംബുലൻസ് പാർക്കിംഗ് അവിടെ അവൈലബിൾ ആയിരിക്കും. കൃത്യമായ രീതിയിൽ വെൽ മാർക്കഡ് ആയിട്ടുള്ള അടയാളങ്ങൾ, പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ്, സയൻസ് എല്ലാം തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് സ്ട്രീറ്റ്സിൽ നിന്നും ഈസിലി ആക്സസ് ആവുന്ന തരത്തിലായിരിക്കും നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ദെൻ close to medical record department, elevators, radiology, laboratory.
ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. റെഡ്യൂസ്ഡ് ഓപ്പറേഷൻ കോസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടൈം. ഓക്കെ, ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയാൽ ലൊക്കേഷൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, യെസ്. ലൊക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡിസൈൻ ആണ്. എന്താണോ മെസ്സേജ് അയച്ചത് ഇപ്പോ? സൂരജ് SR എന്താ അയച്ചെന്ന് മനസ്സിലായില്ല കേട്ടോ. ഓക്കെ, ഡിസൈൻ നോക്കാം. Entrance to the emergency department should be sheltered to protect ambulance patients from the weather while loading. Adequate reserved parking space for ambulance and car of patients. Adequate space for accommodating structures. Ramp for relays, wheelchairs and pedestrian access in case of raised platform. ഇതിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? Entrance to the emergency department should be sheltered to protect ambulance patient from weather while unloading. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രോപ്പർ ആയിട്ടായിരിക്കും പേഷ്യൻസിനെ നമുക്ക് അൺലോഡ് ചെയ്യേണ്ടത് അല്ലെ. കൊണ്ടുവരുന്ന പേഷ്യൻസിന് നമുക്ക് വളരെ സേഫ് ആയിട്ട് തന്നെ അല്ലെ, അവർക്ക് യാതൊരു വിധത്തിലുള്ള മറ്റു ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ലാതെ തന്നെ എന്താണ് നല്ല രീതിയിൽ അവരെ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ അൺലോഡ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോ ഇൻ കേസ് എന്തെങ്കിലും വെതർ സിറ്റുവേഷൻസ്, ഇപ്പൊ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അവരെ പുറത്തു നിർത്താനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ പുറത്തു നിർത്തി മഴ ഒഴിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം നമുക്ക്? ഇല്ല അല്ലെ. ഇതെല്ലാം തന്നെ എല്ലാ വെതർ സിറ്റുവേഷൻസിനും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ. ഇതിപ്പോ ആംബുലൻസ് പാർക്കിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ പേഷ്യൻസിനകത്തേക്ക് കയറ്റുന്നത് വരെ മറ്റൊരു തരത്തിലെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിലായിരിക്കും ഇതിന്റെ ഡിസൈനിങ് വരുന്നത്. ഏത് വെതർ കണ്ടീഷൻസ് വന്നാലും, അതായത് വെയില്, മഴ, മഞ്ഞ് തുടങ്ങിയ ഏത് വെതർ കണ്ടീഷൻസ് വന്നാലും എന്താണ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുന്ന രീതിയിൽ വളരെ സേഫ് ആയിട്ട് തന്നെ അവർക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇത് ഡിസൈൻ ചെയ്തിരിക്കുക. ഓക്കെ, യെസ്. Then adequate reserved parking space for ambulance and cars of patients. Adequate reserved parking spaces അല്ലെ. ആവശ്യത്തിലധികം എന്താണ് പാർക്കിംഗ് സ്പേസസ് ഉണ്ടായിരിക്കും ആംബുലൻസിനും അതേപോലെ തന്നെ പേഷ്യൻസിന്റെ കാറുകൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഡിക്വേറ്റ് ആയിട്ടുള്ള സ്പേസസുകൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ ആംബുലൻസിനും പേഷ്യൻസിന്റെ കാർസ് മാത്രം ഒരിക്കലും അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. മറ്റു വാഹനങ്ങളൊന്നും തന്നെ എൻട്രി ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ, റെസ്ട്രിക്റ്റഡ് ആയിരിക്കുള്ളൂ മറ്റു വാഹനങ്ങൾ. അപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്ത് തന്നെ ആയിരിക്കും എന്താണ് ഈ ആംബുലൻസ് പാർക്കിങ്ങും പേഷ്യൻസിന്റെ കാർ പാർക്കിങ്ങുള്ള സ്പേസസും ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു സ്പേസ്. ഓക്കെ, then adequate space for accommodating structures. Adequate space for accommodating structures എന്താ പറയുന്നത്? സ്ട്രക്ചേഴ്സുകൾ നമ്മൾ കാഷ്വാലിറ്റി ചെയ്യുന്ന സമയത്ത് ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു കോർണറിലായിട്ട് സ്ട്രക്ചേഴ്സും വീൽ ചെയറൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആഡിക്വേറ്റ് സ്പേസ് ഫോർ അക്കോമഡേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. അതായത് എൻട്രൻസിന്റെ ഭാഗത്ത് തന്നെ സ്ട്രക്ചേഴ്സും വീൽ ചെയർസും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. Then ramps for wheelchairs and pedestrian access in case of raised platform. Ramps for wheelchairs and pedestrian access in case of raised platform. എന്താണ് റാമ്പുകൾ? കണ്ടിട്ടില്ല നിങ്ങൾ? റാംപ്സ് ഹോസ്പിറ്റലിൽ കയറുന്ന സമയത്ത് ഒരു സ്ഥലത്ത് സ്റ്റെയർ ഉണ്ടായിരിക്കും, ഒരു സ്ഥലത്ത് റാമ്പ് ആയിരിക്കുള്ളൂ. കണ്ടിട്ടില്ലേ റാമ്പ്? സ്റ്റെയർ ഇല്ലാതെ നമുക്ക് വീൽ ചെയറും സ്ട്രെച്ചറൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് യെസ്
അതെന്തിനു വേണ്ടിയിട്ടാണ് റാമ്പ് അങ്ങനെ വെച്ചിരിക്കുന്നത്? യെസ് അല്ലെ, വീൽ ചെയർസ് ആൻഡ് സ്ട്രക്ചേഴ്സ് മാത്രം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണോ? അതിന് വേണ്ടിയിട്ട് മാത്രമാണോ? ആരാണ് പെഡസ്ട്രിയൻ എന്ന് പറയുന്നത്? പെഡസ്ട്രിയൻ ആക്സസ് ഇൻ കേസ് ഓഫ് റേസ്ഡ് പ്ലാറ്റ്ഫോം. പെഡസ്ട്രിയൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? എങ്ങനെയുള്ളവരാണ് പെഡസ്ട്രിയൻ എന്ന് പറയുന്നത്? കാൽനട യാത്രക്കാർ അല്ലെ, അതിനകത്ത് പ്രവേശിക്കുന്ന കാൽനട യാത്രക്കാരുണ്ട് അല്ലെ. സ്റ്റെയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കാം, റേസ്ഡ് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ റാംപ്സ് ഉപയോഗിച്ച് കയറുന്നവരുണ്ടായിരിക്കാം. അതിന്റെ കൂടെ തന്നെ എന്താണ് ഹാൻഡ് റെയിൽ ഉണ്ടാവും. റാമ്പിന്റെ തൊട്ട് സൈഡിൽ തന്നെ എന്താണ് ഒരു ഹാൻഡ് റെയിൽസ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ചില പേഷ്യൻസ് എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് കാൽനട യാത്രക്കാരായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർ എന്താണ് അത് പിടിച്ച് അതിൽ സ്റ്റെയർ ഉപയോഗിക്കാതെ തന്നെ അതിൽ പിടിച്ചിട്ട് ഹാൻഡ് റെയിൽസ് ഉപയോഗിച്ചിട്ട് അകത്തേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് വീൽ ചെയർസും സ്ട്രക്ചേഴ്സും അതിനകത്തും കൂടിയാണ് നമ്മൾ റാമ്പിൽ കൂടിയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം ഡിസൈനിലാണ് പ്രധാനമായിട്ട് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ഒന്നെന്താണ്, എല്ലാ പേഷ്യൻസിനും നമുക്ക് വളരെ സേഫ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അതിന്റെ മെയിൻ എൻട്രൻസിന്റെ പോർഷൻ വരുന്നത്. അതായത് യാതൊരു വിധത്തിലുള്ള വെതർ കണ്ടീഷൻ ഒന്നും അഫക്ട് ചെയ്യാത്തുള്ള രീതിയിലായിരിക്കും. പിന്നെ എന്താണ്, ആംബുലൻസിനും പേഷ്യൻസിന്റെ കാറ് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ആഡിക്വേറ്റ് ആയിട്ടുള്ള സ്പേസസുകൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരിക്കും, പാർക്കിംഗ് സ്പേസസ്. അതോടൊപ്പം തന്നെ എന്താണ് സ്ട്രക്ചറുകൾ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആഡിക്വേറ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ് വീൽ ചെയർസും സ്ട്രക്ചേഴ്സും അതുപോലെ പെഡസ്ട്രിയനും ആവശ്യമായിട്ടുള്ള രീതിയിൽ റാംസുകൾ സജ്ജീകരിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഇനി ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ, ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന്. ഓക്കെ, യെസ്, ക്ലിയർ ആണോ ഡിസൈൻ? നിങ്ങൾ ആരും ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടൊന്നും ക്ലാസ് കാണണ്ട കേട്ടോ. ചിലരുടെ ഫേസ് നോക്കുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നു. അങ്ങനെ ഒന്നും ഇരുന്ന് കണ്ടോ, വളരെ റിലാക്സ്ഡ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിൽ ഒന്നും പഠിപ്പിക്കില്ല. എന്തെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ അത് വീണ്ടും വീണ്ടും എത്ര പ്രാവശ്യം തന്നെ ഞങ്ങൾ പറഞ്ഞു തരും. ആ ഒരു ടെൻഷൻ ഒന്നും ആരും ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട, വളരെ ഫ്രീ ആയിട്ട് ഇരുന്ന് അറ്റൻഡ് ചെയ്താൽ കേട്ടോ. ഞങ്ങളെ കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഞങ്ങൾ ഇവിടുത്തെ സ്മാർട്സിലെ ടീച്ചേഴ്സ് എല്ലാം പാവങ്ങളാണ്. വെറുതെ പറയുന്നല്ല, നിങ്ങൾക്ക് മനസ്സിലാവും. 6 മാസത്തെ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പാവങ്ങളാണ് അല്ലേന്ന് കേട്ടോ. ഓക്കെ, എത്ര പ്രാവശ്യം നീ ചോദിച്ചാലും പറഞ്ഞുതരാം അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ആണെങ്കിൽ കേട്ടോ. നമുക്കിനി നോക്കാം മേജർ സ്പേസ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ്. മേജർ സ്പേസ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ്. ഒരു സെക്കൻഡ്, അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ, ഒരു സെക്കൻഡ് ആയിട്ട്. ഓക്കെ, മേജർ സ്പേസ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ് എന്താണ്? അതായത് എമർജൻസി പ്ലാനിന്റെ ആസൂത്രണത്തിനുള്ള പ്രധാന സ്ഥല നിർണയ ഘടകങ്ങൾ. അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫങ്ഷണൽ ഏരിയാസ് വരുന്നുണ്ട്, അതർ ഏരിയാസ് വരുന്നുണ്ട്. ഓക്കെ, അതായത് പ്രവർത്തന മേഖലയിലാണ്. അതായത് ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മേജർ സ്പേസസ് ആണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ മേജർ സ്പേസസ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. അതിലെ ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നത് എന്തൊക്കെയാണ്? ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്,
റിസപ്ഷൻ, triage, waiting area, administrative area, resuscitation area, acute treatment areas, non-ambulant patient, consultation area, staff workstations. നമുക്ക് ഓരോന്ന് നോക്കാം. ഫങ്ഷണൽ ഏരിയാസിൽ ഏതൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ ഏരിയാസ് ആണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, പ്രവർത്തന മേഖലയിൽ വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ് ഒന്ന് നമുക്കറിയാലോ. ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്. എന്താണ് ആംബുലേറ്ററി എൻട്രൻസ് എന്ന് പറയുന്നത്? ആംബുലൻസ് എൻട്രൻസ് ആംബുലേറ്ററി എൻട്രൻസ് എന്ന് പറഞ്ഞാൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് ഒരു തടസ്സവും കൂടാതെ തന്നെ അവർക്ക് പ്രത്യേകമായിട്ട് പ്രവേശിക്കാൻ കഴിയുന്ന എൻട്രൻസ് ആണ് എന്ത് ആംബുലേറ്ററി എൻട്രൻസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏരിയ ഉണ്ടായിരിക്കുന്നതാണ് അല്ലെ. പ്രത്യേകിച്ച് നമുക്ക് എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് പേഷ്യൻസിന് ചികിത്സ കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ. അപ്പൊ അവിടെ യാതൊരു വിധത്തിലുള്ള ഡിഫിക്കൽട്ടീസോ തടസ്സങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്ന രീതിയിലുള്ള ഒരു എൻട്രൻസിങ് സംവിധാനമായിരിക്കുള്ളൂ ഫങ്ഷണൽ ഏരിയയിൽ ആദ്യം ആംബുലേറ്ററി ആംബുലേറ്ററി എൻട്രൻസിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കും. പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ചാർട്ട്സ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കും. ദെൻ ട്രയേജ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ട്രയേജ് എന്താണ് ട്രയേജ് എന്ന് പറയുന്നത്? അതായത് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യം ചികിത്സ നൽകുന്ന സംവിധാനമാണ് എന്ത് ട്രയേജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പേഷ്യന്റിന്റെ സിവിയറിറ്റി നോക്കിയിട്ടാണ് പേഷ്യൻസിനെ തരംതിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് സോർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പൊ 5 പേഷ്യൻസ് വന്നെന്ന് വിചാരിക്കാം. 5 പേഷ്യൻസിൽ ചിലപ്പോ ക്രിട്ടിക്കൽ സ്റ്റേജ് ഉള്ളവരുണ്ടാവാം, കുറച്ച് ഡിലേ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നവരുണ്ടാവും. അങ്ങനെ 5 കാറ്റഗറി ആയിരിക്കും. അപ്പൊ നമ്മൾ ആർക്കായിരിക്കും ഫസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നത്? ചെറിയ മുറിവ് പറ്റിയ ആൾക്കാണോ വലിയ മുറിവ് പറ്റിയ ആൾക്കാണോ ചികിത്സ കൊടുക്കുന്നത്? ക്രിട്ടിക്കൽ സിറ്റുവേഷനുള്ള ഒരാളായിരിക്കും നമ്മൾ ആദ്യം തന്നെ സോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് മാറ്റുന്നത് അല്ലെ. ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അതാണ് ട്രയേജ് എന്ന് പറയുന്നത്. എന്താണ് ട്രയേജ്? അതായത് ഗുരുതരാവസ്ഥയിലുള്ള രോഗിക്ക് ആദ്യം ചികിത്സ നൽകുന്ന സംവിധാനമാണ് ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്ന സിസ്റ്റം ആണ് അല്ലെങ്കിൽ പ്രോസസ് ആണ് എന്ത് ട്രയേജ് എന്ന് പറയുന്നത്. സിവിയറിറ്റി അനുസരിച്ച് പേഷ്യന്റിന്റെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രയേജ് പേഷ്യൻസിനെ നമ്മൾ സോർട്ട് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ട്രയേജ് ഏരിയ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് വെയിറ്റിംഗ് ഏരിയാസ്. വെയിറ്റിംഗ് ഏരിയാസ് ആർക്ക് വേണ്ടിയിട്ടാണ്? വെയിറ്റിംഗ് ഏരിയാസ് പേഷ്യൻസ് റിലേറ്റീവ്സിന് വേണ്ടിയിട്ട് അല്ലെ. പേഷ്യന്റ് റിലേറ്റീവ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കും. ദെൻ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ അല്ലെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാത്തരം അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സുകൾ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ടായിരിക്കും. റീസസിറ്റേഷൻ ഏരിയ. എന്താണ് റീസസിറ്റേഷൻ ഏരിയ? അല്ലെങ്കിൽ പുനരുജ്ജീവന സ്പേസ്. പുനരുജ്ജീവനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? റീസസിറ്റേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് എയ്ഡ് പ്രോസസ് ആണ് അവിടെ അല്ലെ. ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള പ്രോസസ്. എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് പ്രോസസ് ആയിരിക്കും അവിടെ വരുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാഥമിക ശുശ്രൂഷകൾ അല്ലെ. ഓക്കെ, അപ്പൊ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? റീസസിറ്റേഷൻ ഏരിയയില് എന്തെല്ലാം വരും? CPR എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? CPR എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് CPR? കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ ആണ് അല്ലെ. CPR കൊടുക്കുന്നത് നമ്മളെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ ലൈഫ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ CPR കൊടുക്കുന്നത്. അതൊക്കെ ഏത് ഭാഗമായിട്ട് വരുന്നതാണ്? റീസസിറ്റേഷൻ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ എന്താണ് ACLS എന്ന് പറയും. ACLS എന്താണ്? ACLS എന്ന് കേട്ടിരുന്നു നമ്മുടെ കേട്ടോ. അഡ്വാൻസ്ഡ് കാർഡിയോവസ്കുലർ ലൈഫ് സപ്പോർട്ട്. അതായത് കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുന്ന ഒരു പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന എമർജൻസി കെയർ ആണ് എന്ത് ADLS അഥവാ അഡ്വാൻസ്ഡ് കാർഡിയോവസ്കുലർ ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അപ്പൊ പിന്നെന്താണ് മൗത്ത് ടു മൗത്ത് റീസസിറ്റേഷൻ കണ്ടിട്ടില്ലേ നിങ്ങള്? മൗത്ത് ടു മൗത്തിൽ കൊടുക്കുന്നുണ്ടല്ലേ CPR? ഓക്കെ, അതൊക്കെ ഏതിൽ വരുന്നതാണ്? റീസസിറ്റേഷൻ ഏരിയാസിലാണ് ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് എയ്ഡ് പോലുള്ള പ്രാഥമിക ശുശ്രൂഷകൾ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ ആർക്ക് വേണ്ടിയായിരിക്കും അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ വരുന്നത്? ഓഫ് നോൺ ആംബുലന്റ് പേഷ്യൻസ്. ആരാണ് നോൺ ആംബുലന്റ് പേഷ്യൻസ് എന്ന് പറയുന്നത്? നടന്നു വരുന്ന പേഷ്യൻസ്, അധികം ഇഞ്ചുറീസ് അല്ലെങ്കിൽ മറ്റ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഒന്നും ഇല്ലാത്ത പേഷ്യൻസ് ആണ് എന്ത് നോൺ ആംബുലന്റ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് അക്യൂട്ട് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഏരിയാസ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ
കൺസൾട്ടേഷൻ ഏരിയ. കൺസൾട്ടേഷൻ ഏരിയ എന്തിനാണ്? കൺസൾട്ടേഷൻ ഏരിയ ട്രീറ്റ് ചെയ്യുന്ന സ്പേസ് അല്ലെ, ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സ്പേസ് ആണ് എന്താ കൺസൾട്ടേഷൻ ഏരിയ. ഇവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ഡോക്ടേഴ്സും എങ്ങനെയുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും? വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സും എങ്ങനെയുള്ളവരായിരിക്കും? മിക്കതും MD കഴിഞ്ഞിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കുള്ളൂ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ്. അതായത് നമുക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കേസസ് എന്ന് പറഞ്ഞാൽ എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സ് അറിയാം. അപ്പൊ എങ്ങനെയുള്ളവരായിരിക്കണം അതിൽ വർക്ക് ചെയ്യുന്നത്? കൺസൾട്ട് ചെയ്യേണ്ടത് എങ്ങനെയുള്ള ഡോക്ടേഴ്സ് ആയിരിക്കണം? സ്കിൽഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് മാത്രമായിരിക്കുള്ളൂ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, യെസ്. ദെൻ സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ? ആർക്ക് വേണ്ടിയാണ് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ് വരുന്നത്? ആർക്ക് വേണ്ടിയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ടൊരു വർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു വർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ വർക്കിംഗ് സ്റ്റേഷൻസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ആംബുലൻസ് അല്ലെങ്കിൽ എമർജൻസി ഏരിയയിലെ ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നത് ഏതൊക്കെയാണ്? ആംബുലൻസ് ആണ്. ആംബുലേറ്ററി എൻട്രൻസ് ഉണ്ടായിരിക്കും, റിസപ്ഷൻ ഉണ്ടാവും, ട്രയേജ് ഉണ്ടാവും, വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ടാവും, റിസസിറ്റേഷൻ ഏരിയ, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ ആർക്ക് വേണ്ടിയിട്ടാണ്? നോൺ ആംബുലന്റ് പേഷ്യൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ കൺസൾട്ടേഷൻ ഏരിയാസ് ആൻഡ് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻസ്. ഇതെല്ലാമാണ് എന്തിൽ വരുന്നത്? ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? ഓക്കെ, ശരി. ഇനി നമുക്ക് നോക്കാം അതർ ഏരിയാസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? അതർ ഏരിയാസ് ആണ് അല്ലെ. മറ്റ് ഏരിയാസ് ഏതൊക്കെയാണ്? പ്രൊസീജിയർ റൂം ഉണ്ടായിരിക്കും, പ്ലാസ്റ്റർ റൂം, ഫാർമസി, ഡ്രഗ് പ്രിപ്പറേഷൻ, ഐസൊലേഷൻ റൂംസ്, ഡീകണ്ടാമിനേഷൻ ഏരിയ, സ്റ്റോറേജ്, ക്ലീൻ ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി, linen room, mobile equipment bay like trolley, wheelchair, etc., mobile exterior equipment, cleaners room. അപ്പൊ മറ്റ് ഏരിയാസിൽ അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റ് ഭാഗങ്ങളുമായി ചുറ്റപ്പെട്ട് വരുന്ന ഏരിയാസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് എന്താണ്? പ്രൊസീജിയർ റൂം ഉണ്ടായിരിക്കും. എന്താണ് പ്രൊസീജിയർ റൂം എന്ന് പറയുന്നത്? പ്രൊസീജിയർ റൂം ഇപ്പൊ എന്തെങ്കിലും മൈനർ സർജറീസ് അല്ലെങ്കിൽ എൻഡോസ്കോപ്പി മുതലായിട്ടുള്ള ചെറിയ സർജറീസ് ഒക്കെ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു പ്രൊസീജിയർ റൂം ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്, മൈനർ സർജറീസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ പ്ലാസ്റ്റർ റൂം എന്തിനാണ്? പ്ലാസ്റ്റർ റൂം എന്തെങ്കിലും മോട്ടീവോ ചതവോ ഒക്കെ സംഭവിച്ചവർക്കാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റർ ഒക്കെ ഇടുന്നതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ഏരിയ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ദെൻ ഫാർമസി ഓർ ഡ്രഗ് പ്രിപ്പറേഷൻ. എന്താണ് ഫാർമസി ഓർ ഡ്രഗ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു എന്തുണ്ടായിരിക്കും? ഫാർമസി അല്ലെങ്കിൽ ഡ്രഗ് പ്രിപ്പറേഷൻ ഏരിയ ഉണ്ടായിരിക്കും. നമ്മുടെ ഫാർമസി കൂടാതെ തന്നെ എന്താണ് എമർജൻസി ഏരിയയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഫാർമസി അല്ലെങ്കിൽ ഒരു ഡ്രഗ് പ്രിപ്പറേഷൻ റൂംസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ദെൻ ഐസൊലേഷൻ റൂംസ്. ഐസൊലേഷൻ റൂംസ് ആർക്ക് വേണ്ടിയിട്ടാണ്? ഐസൊലേഷൻ റൂംസ് ഇപ്പൊ നമ്മൾ ഒരു കേരളത്തിലൊരു സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിൽ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായ ഒരു സിറ്റുവേഷൻ ആണ് കൊറോണ നിപ്പയൊക്കെ ഉണ്ടായ സമയത്ത് അല്ലെ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കൊറോണ നിപ്പയൊക്കെ വന്നവരുണ്ടാവും, വരാത്തവരുണ്ടാവും. പക്ഷെ നമ്മളൊരു കുറച്ചു നാള് ആ ഒരു പീരീഡിൽ കടന്നു പോയവരാണ് അല്ലെ. ആ സമയത്തൊക്കെയാണ് എന്താണ് ഈ ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂംസ് ഒക്കെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിരുന്നത് അല്ലെ. അതായത് ഒരാളിൽ നിന്ന് മറ്റുള്ള ആളിലേക്ക് അത്തരം രോഗാണുക്കൾ പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പേഷ്യൻസിനെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒറ്റപ്പെട്ട റൂംസിലാണ് അവരെ മാറ്റി നിർത്തുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ഐസൊലേറ്റഡ് റൂംസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇൻ കേസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിൽ മറ്റു പേഷ്യൻസിന്റെ കൂടെ ആയിരിക്കും ഇരുത്തുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എന്താണ് സെപ്പറേറ്റ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂംസ് ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. അടുത്തത് ഡീകണ്ടാമിനേഷൻ ഏരിയാസ്. ഡീകണ്ടാമിനേഷൻ ഏരിയാസ് എന്താണ്? ഡീകണ്ടാമിനേഷൻ ഏരിയാസ് എന്ന് പറയുന്നത് അണുവിമുക്തമാക്കുന്നതിനുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഏരിയാസ് അല്ലെ. അണുവിമുക്തമാക്കുന്നതിനുള്ള ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും.
ഇപ്പൊ എന്തെങ്കിലും പൊള്ളലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ വരുന്ന പേഷ്യൻസ്, ഇപ്പൊ ഇൻകേസ് പൊള്ളൽ മാത്രമല്ല മറ്റെന്തെങ്കിലും ഇപ്പൊ പുഴയിൽ വീഴ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് വരുന്ന സിറ്റുവേഷൻസിലുള്ള പേഷ്യൻസിനൊക്കെ എന്താണ് ഇപ്പൊ ഫോഗ് മൂലമോ പുകപടലങ്ങൾ മൂലമോ അങ്ങനെ എന്തെങ്കിലും വരുന്ന പേഷ്യൻസിനൊക്കെ എന്താണ് നമ്മൾ എന്ത് ചെയ്യും, ഡീകണ്ടാമിനേഷൻ ഏരിയാസിലായിരിക്കും അതിൽ കൊണ്ടുവന്ന് അവരെ ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കുള്ളൂ ആ ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്. ഓക്കെ, കാരണം എന്തെങ്കിലും ഇപ്പൊ പൊള്ളലേറ്റവരൊക്കെ ആണെങ്കിൽ എന്താണ് അവരുടെ സ്കിന്നൊക്കെ പെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. അവിടെ നിന്നെല്ലാം എല്ലാ തരത്തിലുള്ള ക്ലീനിങ് പ്രോസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, പിന്നെ സ്റ്റോറേജ് എന്തിനാണ്? സ്റ്റോറേജ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡിവൈസസും എക്യുപ്മെന്റ്സുകളും സ്റ്റോറേജ് വെക്കുന്നതിനായിട്ടുള്ള സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനുള്ള പ്രത്യേക ഏരിയാസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിനാണ് സ്റ്റോറേജ് ഏരിയാസ് എന്ന് പറയുന്നത്. Then clean and dirty utility. Clean and dirty utility. ഇതെന്ത് റൂമാണ്? ക്ലീൻ ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി റൂംസ് എന്തിനായിരിക്കും എന്ന് പറഞ്ഞേ, അറിയാമോ? ഡർട്ടി എന്ന് പറയുന്നത് എന്താ? ഡർട്ടി നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ച പന്നികൾ അല്ലെങ്കിൽ സിറഞ്ച്, ബാൻഡേജ് എന്നിവയൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റുന്നതിനുള്ള ഒരു പ്രത്യേക ഏരിയാസ് ഉണ്ടായിരിക്കും അല്ലെ. ഇതൊക്കെ ഇപ്പോ എക്സ്പ്ലോഷൻ എന്തെങ്കിലും സംഭവിച്ച പേഷ്യൻസ് അതൊക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം അങ്ങനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. ഉപയോഗിച്ചിരുന്ന പന്നികൾ അല്ലെങ്കിൽ എന്താണ് കോട്ടൺസ്, സിറഞ്ച്, ബാൻഡേജസ് തുടങ്ങിയ സാധനങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡർട്ടി യൂട്ടിലിറ്റി റൂംസ് കൂടെ അവിടെ ഉണ്ടായിരിക്കും. ലിനൻ റൂം എന്താണ്? ലിനൻ റൂം പേഷ്യൻസിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരം ക്ലോത്ത്സ് അടങ്ങിയ അല്ലെങ്കിൽ ക്ലോത്ത് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ അടങ്ങിയ, അതായത് എന്തൊക്കെയാണ് പേഷ്യൻസിന്റെ ക്ലോത്ത്സിൽ ഉൾപ്പെടുന്നത്, ലിനൻസിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? പില്ലോ കവേഴ്സ്, ബെഡ്ഷീറ്റ്സ് തുടങ്ങിയ സാധനങ്ങൾ, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ക്ലോത്ത്സ് ആവശ്യമായിട്ട് വരുന്ന എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയായിരിക്കും? ലിനൻ റൂംസിലായിരിക്കുള്ളൂ അല്ലെ. ഓക്കെ, നമുക്കൊരു ചാപ്റ്റർ ഒക്കെ പഠിക്കാനുണ്ട്, ലൗണ്ടറി സർവീസസ്, ലൗണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്നൊക്കെ പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഓക്കെ, പിന്നെ മൊബൈൽ എക്യുപ്മെന്റ് ബേസ് ലൈക്ക് ട്രോളി, വീൽ ചെയർ എക്സെട്ര. മൊബൈൽ എക്യുപ്മെന്റ്സ് ബേസ് അല്ലെ, മൊബൈൽ എക്യുപ്മെന്റ്സ് ബേസുകൾ ഉണ്ട്. ട്രോളി ഒക്കെ കണ്ടിട്ടില്ല നിങ്ങൾ? ട്രോളീസ്, ഡിവൈസസ്, ചെറിയ ചെറിയ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലില് ട്രോളീസ് ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്നുണ്ടല്ലേ, വീൽ ചെയർസ് തുടങ്ങിയ. ഓക്കെ, അപ്പൊ അതൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ട്രോളി ഏരിയാസുകൾ ഉണ്ടായിരിക്കും. വീൽ ചെയർ വെക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ്, നമ്മുടെ പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേ ഒക്കെ ഉണ്ട്, എക്സ്റേ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു എക്യുപ്മെന്റ് ഡേ കൂടെ ഉണ്ടായിരിക്കും. അതൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് അതർ ഏരിയാസ് കൂടെ അവിടെ ഉണ്ടായിരിക്കും. ക്ലീനേഴ്സ് റൂം എന്താണ്? ക്ലീനേഴ്സ് റൂം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞതിന് ശേഷം അല്ലെ, പേഷ്യന്റിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞതിന് ശേഷം പേഷ്യൻസിന്റെ എല്ലാ സാധനങ്ങളും ഡിസിൻഫെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്ത്? ക്ലീനേഴ്സ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിന്റെ എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ പേഷ്യന്റിന്റെ എല്ലാ സാധനവും ഡിസിൻഫെക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്ത്? ക്ലീനേഴ്സ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അതർ ഏരിയാസിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രൊസീജിയർ റൂമിൽ എന്തൊക്കെ വരുന്നുണ്ട്? ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള സർജറീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്ലാസ്റ്റർ റൂമിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒടിവോ ചതവോ പറ്റിയ പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റർ റൂം അവൈലബിൾ ആക്കുന്നത്. ഫാർമസി ഉണ്ടായിരിക്കും, എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് സെപ്പറേറ്റ് ആയിട്ടുള്ള എന്തുണ്ടായിരിക്കും? ഫാർമസി ഡ്രഗ് പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കും. ഐസൊലേറ്റഡ് റൂംസ് ഉണ്ടായിരിക്കും. എന്തെങ്കിലും അണുബാധ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഐസൊലേറ്റഡ് റൂംസ് വെക്കുന്നത്. ഡീകണ്ടാമിനേഷൻ ഏരിയാസ് ഉണ്ടായിരിക്കും, അണുമുക്തമാക്കുന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള പ്രദേശങ്ങൾ ഉണ്ടായിരിക്കും. സ്റ്റോറേജ് ഏരിയ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ എക്യുപ്മെന്റ്സും ഡിവൈസസ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് ഏരിയ, ക്ലീൻ ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി ഏരിയാസ് ഉണ്ടായിരിക്കും. എന്താണ്? ഡേർട്ടി ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള പഞ്ഞി, ബാൻഡേജ്, സിറിഞ്ച് മുതലായവ എന്നിവയെല്ലാം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക യൂട്ടിലിറ്റി റൂം ഉണ്ടാകും. ലിനൻ റൂംസ്, പേഷ്യൻസിന്റെ ക്ലോത്ത്സുകളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ലിനൻ റൂംസ്, ബെഡ്ഷീറ്റ്സ്, പില്ലോ കവർ മുതലായവ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിനൻ റൂംസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? എക്യുപ്മെന്റ്സ് ബേസ് അല്ലെ, മൊബൈൽ എക്യുപ്മെന്റ് ബേസ്.
ട്രോളി, വീൽ ചെയർ തുടങ്ങിയവ സൂക്ഷിക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റഡ് ഏരിയ. ദെൻ മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റിലേക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഏരിയ ഉണ്ടായിരിക്കും. ക്ലീനേഴ്സ് റൂമിന് വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും. അപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ചുറ്റിപ്പറ്റി വരുന്ന അതർ ഏരിയാസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഫങ്ഷണൽ ഏരിയാസും വരുന്നുണ്ട്, അതിൽ അതർ ഏരിയാസും വരുന്നുണ്ട്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? യെസ്. അടുത്ത ഭാഗം കൂടി എടുക്കട്ടെ. അതിലെ പേഷ്യന്റ് ഫ്ലോയില് നമുക്ക് ട്രയേജ് മാത്രം പറയാം, എല്ലാം കൂടി എടുക്കുന്നില്ല. പേഷ്യന്റ് ഫ്ലോയില് ട്രയേജ് മാത്രം പറയാം. അതായത് നമ്മളൊരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റ് ആദ്യമായിട്ട് വരാന്ന് വിചാരിക്കുക അല്ലെ. എമർജൻസി കേസസുമായിട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ട്രയേജ് ആണ് അല്ലെ. അതായത് ട്രയേജ് എന്താണ് നമ്മൾ പഠിച്ചു. എന്താണ് നാം പഠിച്ചത്? സോർട്ട് ഔട്ട് ദ പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ പേഷ്യൻസിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. പേഷ്യന്റിന്റെ സിവിയറിറ്റി അനുസരിച്ച് കണ്ടീഷൻ നോക്കിയതിന് ശേഷം നമ്മൾ സോർട്ട് ചെയ്ത് മാറ്റുന്ന ഒരു പ്രോസസ് ആണ് എന്താ ട്രയേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പേഷ്യൻസ് ആദ്യം വന്നാലും നമ്മളെ പേഷ്യന്റിന്റെ കണ്ടീഷൻ ആണ് ആദ്യം നോക്കുന്നത്. സിവിയർ ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ എന്താണ് എത്രയും പെട്ടെന്ന് ആൾക്ക് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഡിലേഡ് ട്രീറ്റ്മെന്റ് കൊടുത്താലാണെങ്കിൽ കൊടുക്കേണ്ട കണ്ടീഷൻ ആണെങ്കിൽ കുറച്ച് വൈകിയായാലും നമുക്ക് ആൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താലും മതിയാവും അല്ലെ. അപ്പൊ ഫസ്റ്റ് ട്രയേജ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഒരു എമർജൻസി പേഷ്യന്റ് എത്തുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ് ആണ്, കാഷ്വാലിറ്റി ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? ട്രയേജ്. നോക്കിയേ, all patients should be triaged through a single point. എല്ലാ പേഷ്യൻസും ശരിക്കും പറഞ്ഞാൽ ഒരു സമയം നമ്മൾ എങ്ങനെയാണ് ഒരു സിംഗിൾ പോയിന്റിലൂടെ കുറച്ച് സമയത്ത് നമുക്ക് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരിക്കും. ഏതൊരു അസുഖം വന്നാലും തന്നെ നമുക്ക് ഒരു സമയത്ത് നമുക്ക് എന്തായിരിക്കും, ഇപ്പൊ പനിയാണെങ്കിൽ പോലും നമുക്ക് ഒരു സമയത്ത് പനി കൂടും അല്ലെ, നന്നായിട്ട് കൂടുന്ന ഒരു സിംഗിൾ പോയിന്റ് ഉണ്ടായിരിക്കും അല്ലെ. അതായത് 102, 103 എന്നൊക്കെ പറഞ്ഞ ചിലപ്പോൾ നല്ല ഹൈ ഫീവർ വരുന്ന സമയമുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്. അപ്പൊ എല്ലാ പേഷ്യൻസും എന്തിലൂടെ കടന്നു പോകുന്നുണ്ട്? ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രയേജ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇനി ട്രയേജിന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? എയിം ഓഫ് ട്രയേജ് ഈസ് സോൾവ് പേഷ്യൻസ് ഫോർ പ്രൊവൈഡിങ് ഒപ്റ്റിമം കെയർ കൺസിസ്റ്റന്റ് with their medical need and ensuring efficient utilization of available resources. ട്രയേജിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ട്രയേജിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഗുരുതരാവസ്ഥയിലുള്ള രോഗിക്ക് ആദ്യം ചികിത്സ കൊടുക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? ട്രയേജ് എന്ന് പറയുന്നത്. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന് നമ്മള് എന്താണ് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അല്ലെ, അവരുടെ കണ്ടീഷൻ എന്താണ് അതിനനുസരിച്ചിട്ടാണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്. നമുക്ക് ഹോസ്പിറ്റൽ ആവശ്യമാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസി സിറ്റുവേഷൻസിൽ നിന്നുള്ള എല്ലാ മെഡിക്കൽ സർവീസസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട്. അതായത് ഒപ്റ്റിമം കെയർ ആയിരിക്കും നമ്മൾ അവിടെ കൊടുക്കുന്നത് പേഷ്യന്റിന്. അവരുടെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നത്, ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ്? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴും കണ്ടിട്ടുണ്ടാവൂലേ, ഏറ്റവും ആക്സിഡന്റ് കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഇഞ്ചുറീസ് ഉള്ള ആൾക്കാർക്ക് ആദ്യം നമ്മൾ പരിചരണം കൊടുക്കുന്നതിന് ശേഷം ആയിരിക്കും ബാക്കി വരുന്ന പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കാൻ വേണ്ടി ട്രയേജ് എന്ന് പറയുന്നത് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ്, ഒരു പ്രോസസ് ആണ് എന്ത് ട്രയേജ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എന്താണ് ഫസ്റ്റ് പ്രോസസ്, ഒരു പേഷ്യന്റ് കടന്നു വരുന്ന സമയത്ത് ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ട്രയേജ് ആണ്. ഓക്കെ, യെസ്. പലർക്കും റിയൽ ലൈഫിൽ കണ്ടവരുണ്ടാവും, അനുഭവിച്ചവരുണ്ടായിരിക്കും. മനസ്സിലായോ പറഞ്ഞത് ട്രയേജ് എന്താണെന്ന്? ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ.
നമ്മള് സാധാരണ ഒരു ക്ലാസ് കഴിയുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇപ്പൊ ഒരുപാട് എടുക്കാത്തത് ഫസ്റ്റ് ക്ലാസ്സുകളല്ലേ എന്ന് ഓർത്തിട്ടാണ് കുറെ എടുത്തു പോകാത്തത് കേട്ടോ. ഓക്കെ, 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, write the full form of A and E. Write the full form of A and E. എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടാൽ എന്തായിരിക്കും എഴുതുന്നത്? Accident emergency department. Okay. Yes. It is open dash hours a day. It is open dash hours a day. 24 hours. And in emergency patients with the ഏതൊക്കെ കണ്ടീഷൻസിലാണ് വരുന്നത്? ഏതൊക്കെ കണ്ടീഷൻസ് ആയിരിക്കും ബേസിക് ആയിട്ട് വരുന്നത്? confusion, Loss of consciousness, trauma, serious injuries, persistent severe, ഒരു മിനിറ്റ്, abdominal pain, chest and abdominal pain, stroke, ഒരു മിനിറ്റ് ഞാൻ ചോദിക്കാം നിങ്ങൾ പേര് വിളിക്കാം കേട്ടോ. പേര് വിളിക്കുന്നത് പറഞ്ഞാൽ മതി. അലീന സിജോ, അലീന ഒന്ന് പറഞ്ഞ ഏതൊക്കെ എമർജൻസി സിറ്റുവേഷൻസ് ആണ് വരുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റില്? Loss of consciousness, confusion, persistent severe chest or abdominal pain, a stroke, breathing difficulties. Okay, yes, very good. Next, alternative names ഏതൊക്കെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ? ഫെമിന ഷെരീഫ്. Casualty, emergency department, emergency room. Okay. Emergency department located on the dash floor. Jenny എന്നാണോ പേര്? ground floor. Okay, ground. Okay. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ക്ലോസ് ആയിട്ടുണ്ടായിരിക്കുക? ആഷിൽ സാദിഖ്. cardiology, ഷംന പറഞ്ഞോ. elevator, radiology, laboratory. ഓക്കെ, Laboratory, എന്തുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ തൊട്ടടുത്ത് വരാനുള്ള കാരണം? reducing operational cost and critical time. ഓക്കെ, ഇനി മേജർ സ്പേസ് ഡിറ്റർമിനൻസ് അതല്ല ഫങ്ഷണൽ ഏരിയാസില് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ ഫങ്ഷണൽ ഏരിയാസ് ആണ് വരുന്നത്? ഞാൻ ചോദിക്കുന്ന ആള് ആൻമരിയ. Ambulance, reception, triage, waiting areas, administrative areas, പിന്നെ consulting areas, staff working areas. ഓക്കെ, ശരി. ഇവിടെ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ ആണെങ്കിൽ എങ്ങനെയുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ കൊടുക്കുന്നത്? ചിത്ര ജയം, ചിത്ര കേൾക്കുന്നുണ്ടോ? ഇല്ല. ടിച്ചി ദേവസി ഒന്ന് പറയാമോ എങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മൾ? non-ambulant patients. നോൺ ആംബുലന്റ് പേഷ്യൻസ് അല്ലെ? ഓക്കെ. നെക്സ്റ്റ് അതർ ഏരിയാസില് ഒരു 3 ഏരിയാസ് എന്ന് പറഞ്ഞല്ലോ ആദിത്യ. 3 ഏരിയാസ് ഏതൊക്കെയാണ് അതർ ഏരിയാസ്? ആദിത്യ വി. കേൾക്കാമോ? ആ, സ്റ്റോറേജ്, ക്ലീനിങ് ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി, ഐസൊലേഷൻ റൂം. ഓക്കെ. നെക്സ്റ്റ് കവിത. അതർ ഏരിയാസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ കവിത. Living room, procedure room, cleaning room, decontamination areas. ഓക്കെ, ശരി. Then triage. What is triage? ആര് പറയും? ട്രയേഞ്ച് എന്താണ്? എന്ത് പ്രോസസ് ആണ് ട്രയേഞ്ച്? Source of patient,
All patients. സോർട്ട് ഔട്ട് പേഷ്യൻസ് അല്ലെ? എന്തനുസരിച്ചാണ് സോർട്ട് ഔട്ട് ചെയ്യുന്നത് പേഷ്യന്റിനെ? എന്തനുസരിച്ചാണ്? പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണോ എന്നറിയാനായിട്ട് സോർട്ട് ചെയ്യും. ഓക്കെ, അതായത് പേഷ്യൻസിന്റെ ഗുരുതരാവസ്ഥ നോക്കിയിട്ട് അല്ലെ, സിവിയറിറ്റി നോക്കിയിട്ട് പേഷ്യൻസിനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇന്ന് അത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ ടെൻത്ത് കഴിഞ്ഞുള്ളവരാണെങ്കിൽ എടുക്കുന്ന ഭാഗങ്ങൾ എല്ലാവരോടും കൂടി പറയാൻ, എടുക്കുന്ന ഭാഗങ്ങൾ പണ്ട് പഠിച്ചതുപോലെ തന്നെ എടുക്കുന്നത് അന്നത്തെ ദിവസം അന്നൊന്ന് വായിച്ചു പോവാ, അതായിരിക്കും നല്ലത്. കാരണം നമുക്ക് എക്സാം വരുമ്പോൾ എല്ലാം ഇരുന്ന് വായിക്കുന്നത് അത്യാവശ്യം നടപടിയാവുന്ന കാര്യമല്ല. അതായത് ഒരുപാട് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, 1-2 മൊഡ്യൂൾ കഴിയുമ്പോൾ എക്സാം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്? അപ്പോ ഇരിക്കുന്ന ഭാഗത്ത് അന്ന് തന്നെ പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ പല സിറ്റുവേഷൻസിൽ നിന്ന് പഠിക്കുന്നവരായിരിക്കാം, ജോലി ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവും, മറ്റു കാര്യങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങളുടെ സമയം നിങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ട ഒരു സമയം കണ്ടെത്താം. ഒരു അരമണിക്കൂറാണെങ്കിലും നിങ്ങളൊന്ന് വായിച്ച് പഠിച്ചു പോയാൽ മതി. പിന്നെ നമ്മളിവിടെ എല്ലാ ദിവസവും 5 ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ഇടും. ആ ക്വസ്റ്റ്യൻസ് പറ്റുമെങ്കിൽ ഒന്ന് നോട്ടിൽ എഴുതി എടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അത് ലാസ്റ്റ് ഒരുപാട് എക്സാമിന് ഉപകാരപ്പെടുന്നതാണ്, ഉറപ്പായിരിക്കും കേട്ടോ. അതായത് നമുക്ക് മൊഡ്യൂൾ എക്സാംസ് എക്സാം എന്നതിനൊക്കെ ഉപകാരപ്പെടും. അപ്പൊ തരുന്ന മോക്ക് ടെസ്റ്റ് 5 എണ്ണം ഏത് ചാപ്റ്റർ ആണെന്ന് അതിൽ എഴുതുക, 4 ക്വസ്റ്റ്യൻസ് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ ഗൈഡ് കൂടാതെ ഒരു മെറ്റീരിയൽ കൂടി നമ്മുടെ കയ്യിൽ വരികയാണ് അല്ലെ. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഇങ്ങനെ ക്ലാസ് റൂമിൽ കയറി ഇത് നോക്കി മോക്ക് ടെസ്റ്റ് നോക്കി പഠിക്കാന്നുള്ള ചിലപ്പോൾ ഫോണിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളോ പ്രശ്നങ്ങളോ വന്നാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാ മോക്ക് ടെസ്റ്റിലും 5 ക്വസ്റ്റ്യൻസും പറ്റുന്നത് പോലെ നിങ്ങൾ എഴുതിയെടുക്കുക, അതായിരിക്കും നല്ലത് കേട്ടോ. ഓക്കെ, പിന്നെ ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ട് മാം. മാം ഇതിന്റെ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? എന്തോ ഇതിന്റെ നോട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുവോ? നോട്ടല്ല, നമ്മൾ ഓരോ പോർഷൻസ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഭാഗം കഴിയുമ്പോൾ 5 മോക്ക് ടെസ്റ്റ്, 5 ക്വസ്റ്റ്യൻസ്, ഇതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ഇടും. അതായത് നിങ്ങളിപ്പോ എപ്പോഴും വരെയാണോ പഠിച്ചത് ആ പഠിച്ച ഭാഗമായി ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ക്വസ്റ്റ്യൻസ് എവിടെയാണ് മാം? ഞാൻ കണ്ടില്ലല്ലോ. ക്വസ്റ്റ്യൻസ് ക്ലാസ് റൂമിൽ ഉണ്ടാവും, നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂം HA21 ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും അത് കാണുന്നില്ലേ നിങ്ങൾക്ക്? കിട്ടി മാം. ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ ഓഫീസിൽ നേരെ കോൺടാക്ട് ചെയ്യാം, ക്ലാസ് റൂം കാണാൻ പറ്റുന്നില്ലെങ്കിൽ കേട്ടോ. അപ്പൊ അവരത് ആഡ് ചെയ്തോളൂ അതിന്. അപ്പൊ മാം ഇതിന്റെ നോട്ടായിട്ട് കിട്ടത്തില്ലേ? നോട്ടായിട്ട് കിട്ടാൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. ലെക്ചർ നോട്ടാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ ഒരു PDF പോലുള്ള. ഇത് ടെക്സ്റ്റ് ബുക്ക് ആണോ? ഇത് ടെക്സ്റ്റ് ബുക്ക് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മളിവിടെ PDF ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാനാണ് ടീച്ചർ പറഞ്ഞത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിന് ഓർഡർ കൊടുക്കുക. ഇത്രയും പെട്ടെന്ന് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വാങ്ങിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ടീച്ചർ നോക്കൂ, ഈ PDF മാത്രം നിങ്ങൾ ഈ നോട്ട് കാണുള്ളൂ. കയ്യിൽ ടെക്സ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്, ഏത് ഭാഗമാണ് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതെന്നൊക്കെ വിട്ടുപോകും. അപ്പൊ എന്താണ്, അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കണം. ഗൈഡ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആണെങ്കിലും വാങ്ങിച്ചാൽ മതി. ഇപ്പൊ അത്യാവശ്യമായിട്ട് ടെക്സ്റ്റ് വാങ്ങിക്കാം. ഓക്കെ, ഇപ്പൊ ഓർഡർ കൊടുത്താൽ അടുത്ത ആഴ്ചക്കെങ്കിലും കിട്ടുള്ളൂ. സാർ എനിക്ക് തോന്നുന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ടാവില്ലേ ജയദേവ് സാറ്? പറഞ്ഞായിരുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? എക്സാമിന്റെ കാര്യമൊക്കെ അത് കഴിയുന്നതനുസരിച്ച് നമ്മൾ ഓരോ ക്ലാസ്സിൽ പറഞ്ഞു എങ്ങനെയായിരിക്കും എന്നൊക്കെ. അതൊക്കെ ആ സമയമാകുമ്പോഴേക്കും പറയും. ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇതേപോലെ അറ്റൻഡ് ചെയ്യുക, ക്ലാസ് എടുക്കുന്ന സമയത്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, എടുക്കുന്ന ഭാഗങ്ങൾ അന്ന് തന്നെ പഠിച്ചു പോവാം. എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ ലാസ്റ്റ് നമ്മൾ പിള്ളേരോട് പറയാറില്ലേ, ഇന്ന് പഠിക്കാനൊന്നും ലാസ്റ്റ് പഠിച്ചിട്ട് കാര്യമില്ല അല്ലെ. ഇതെന്താണ്, എല്ലാ ദിവസവും തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എക്സാം എഴുതാൻ പറ്റും. നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേണ്ടത്. നിങ്ങൾക്കറിയാമോ, നമുക്ക് എപ്പോഴാണ് എമർജൻസി സിറ്റുവേഷൻസ് വരുന്നത് പറയാൻ പറ്റില്ല. ഇത് പഠിക്കുന്നത് പോലെ തന്നെ അല്ലെ. അപ്പോ നമ്മളൊന്ന് പ്രിപ്പയർഡ് ആയിരിക്കും. എപ്പോ വേണമെങ്കിലും എന്തെങ്കിലും വരാം അല്ലെ. നമ്മുടെ മനുഷ്യന്റെ കാര്യമാണ്, എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. അപ്പൊ എപ്പോഴും എക്സാമിന് ഇപ്പോഴേ തന്നെ പ്രിപ്പയർഡ് ആയിക്കോ, അത്രേ പറയാനുള്ളൂ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പറയുന്ന എക്സാമുമായി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ പറയാം. അല്ലെങ്കിൽ ഓഫീസിൽ വിളിക്കേണ്ടതാണെങ്കിൽ അവിടെ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.
താങ്ക് യു മാം. താങ്ക് യു മാം. പേര് ഞാൻ ഫസ്റ്റ് തുടങ്ങിയപ്പോ പേര് ആണല്ലോ. ഓക്കെ, കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പിള്ളേരെ? ഇല്ല. ഇല്ല, ഫസ്റ്റ് ടൈം കാണുക. നന്നായി കണ്ടിട്ടില്ല. ഓക്കെ. പിന്നെ വേറൊരു കാര്യം ഇപ്പോഴേ പറയണം, റെക്കോർഡ് ഓഫ് ചെയ്ത് കേട്ടോ.